രാവിലെ എണീറ്റപ്പം തന്നെ നല്ല മഴയുള്ള ഒരു ദിവസമായിരുന്നേ. അപ്പോൾ അരിയൊക്കെ അടുപ്പേ ഇട്ടു. മീൻകറി ഉണ്ടാക്കാനായിട്ട് ചട്ടി അടുപ്പിലോട്ട് വെച്ചു. ഇഞ്ചി വെളുത്തുള്ളി എണ്ണ ഒഴിച്ചു ഇട്ട് കൊടുത്തു. കറിവേപ്പില ഇട്ട് കൊടുത്തു. അത് മൂത്ത് വന്നപ്പോഴത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. മുളക് പൊടി ഇട്ട് കൊടുത്തു. 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അതിൻ്റെ പച്ചമണം എല്ലാം മാറി ഒന്ന് എണ്ണ തെളിയുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഒന്ന് എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നപ്പോഴത്തേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പ് തിളച്ച് വന്നപ്പോഴത്തേക്ക് ഇട്ട് കൊടുത്തു. ഇനി അതിൻ്റെ അകത്തോട്ട് കഷ്ണമാക്കി വെച്ചിരുന്ന മീനും കൂടി ഇട്ട് അടച്ചു വെച്ചു ചെറുതീയിൽ. നേരത്തേക്ക് ഇപ്പുറത്ത് വെള്ളം എല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചായ കുടിക്കാനെടുത്തു. ഇപ്പുറത്ത് ഒരു പാൻ അടുപ്പത്ത് വെച്ചു. മീൻ മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം വറക്കാനായിട്ടിട്ടു. അപ്പോഴത്തേക്ക് മീനൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പം സ്വല്പം കറിവേപ്പിലയും ഉലുവാപ്പൊടിയും കൂടിയിട്ട് ഒന്ന് കറക്കി ഒന്ന് വെച്ചു. അന്നേരത്തേക്ക് ഇപ്പുറത്ത് രാവിലെ ഇടിയപ്പത്തിനുള്ള മുട്ട പുഴുങ്ങാൻ വെച്ചു. അപ്പം രാവിലെ കുറച്ച് മീൻമുട്ട ഇരിപ്പുണ്ടായിരുന്നു മത്തിയുടേത്. അപ്പോൾ അതെല്ലാം റെഡിയാക്കാനായിട്ട് തേങ്ങാപ്പീര, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇതെല്ലാം ഇട്ട് ഇളക്കി നല്ലതായിട്ട് മിക്സ് ചെയ്തു. ചോറൊക്കെ അപ്പോഴത്തേക്ക് വെന്ത് വന്നിട്ടുണ്ട്. ഇനി സമ്മന്തി വേണം. അതിന് കുറച്ച് തേങ്ങാപ്പീര, പുളി, ഇഞ്ചി, മുളക് പൊടി, ഉപ്പ്, കറിവേപ്പില ഇത്ര ഇട്ട് സമ്മന്തി റെഡിയാക്കാനായിട്ട് വെച്ചു. അന്നേരത്തേക്ക് ഇടിയപ്പപ്പൊടി എടുത്ത് ഉപ്പും നല്ല തിളച്ച വെള്ളം എല്ലാം കൂടെ ഒഴിച്ച് ഒന്ന് ഇളക്കി അവിടോട്ട് വെച്ചു. നേരത്തേക്ക് ഇപ്പുറത്ത് മുട്ടക്കറിക്കായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചു. എണ്ണ ഒഴിച്ചു. കുറച്ച് പെരിഞ്ചീരകവും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഇട്ട് കൊടുത്തു. അത് മൂത്ത് വന്നപ്പോഴത്തേക്ക് സവോളയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് ഉപ്പും കൂടി ഇട്ട് അത് വഴന്ന് വരാനായിട്ട് അടച്ചു വെച്ചു. ഇപ്പുറത്ത് അന്നത്തേക്ക് മാവിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇടിയപ്പത്തിനുള്ള മാവെല്ലാം ഞെക്കിയെടുത്ത് വെച്ചപ്പോഴത്തേക്ക് ഇപ്പുറത്ത് ഉള്ളിയെല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. അതിനാവശ്യമുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല അതെല്ലാം ഇട്ടു. അതിൻ്റെ പച്ചമണമെല്ലാം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുത്തു. ഇനി അതിൻ്റെ അകത്തോട്ട് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതൊഴിച്ചു കൊടുത്തു. ഇനി മുട്ട എല്ലാം തൊലി പൊളിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇട്ട് കൊടുത്തു. അപ്പം മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഇനിയും കൊണ്ടുപോകാനുള്ള ചോറെടുത്തു. കുട്ടികൾക്ക് ഇടിയപ്പം മുട്ടക്കറിയാണ്. അപ്പോൾ സുഭാഷിന് വേണ്ടിയിട്ടുള്ള ചോറ്, സമ്മന്തി, മീൻ വറുത്തത്, മോരുകറി. മീൻകറി ഞാൻ എടുത്തു.